വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗം ചേരുകയാണ്. പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, സംയുക്ത സൈനിക മേധാവി, 3 സേനാ തലവന്മാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കി. സൈനിക നടപടികൾ സംബന്ധിച്ച് പിന്നീട് വിശദീകരണം നടത്തുമെന്നും വ്യോമസേന അറിയിച്ചു. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ വെടിനിർത്തൽ ധാരണ രൂപപ്പെട്ടതിന് പിന്നാലെ അതിർത്തികൾ പൊതുവേ ശാന്തമാണ്. അവിടെയുള്ള സാഹചര്യം എങ്ങനെ, അതിർത്തികളിലെ സാഹചര്യം എങ്ങനെ എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ ഗൗരവത്തോടുകൂടി സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന യോഗം, അതിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ ഈ വ്യോമസേന ഏറ്റവും ഒടുവിലായി അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ. അച്യുതൻ. റീജിത്ത്, ഇന്ന് 11 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ഇത്തരമൊരു നിർണായക കൂടിക്കാഴ്ച നടന്നത്. അതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഒപ്പം 3 സേനാ മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും പങ്കെടുത്തുകൊണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ച, നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്. അതിൽ പ്രധാനമായും വിലയിരുത്തിയ കാര്യങ്ങൾ എന്നുള്ളത്, ഈ 5 മണിക്ക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നിട്ടും പാകിസ്ഥാൻ പ്രകോപനം പല അതിർത്തികളിലും ഉണ്ടായിട്ടുണ്ട്. വെടിവയ്പ് ഉണ്ടായ സാഹചര്യമുണ്ട്. ഒടുവിൽ അത് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതോടുകൂടിയാണ് ആ പ്രകോപനത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തെ പറ്റി ഈ യോഗം അവലോകനം ചെയ്തതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, നിലവിലെ അതിർത്തികളിലെ സുരക്ഷാ സാഹചര്യവും അവിടെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ യോഗം വിലയിരുത്തിയതായും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മൂന്നാമതായി, ഇനി എന്താണ് തുടർ നടപടികൾ, ഇന്ത്യയുടെ അടുത്ത നീക്കം എന്ന സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയും ഈയൊരു യോഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്, തീരുമാനിച്ചതായുള്ള സൂചനകളും ലഭിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ യോഗം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിനു ശേഷം ഇത് ആദ്യ യോഗമാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറെ അത്രയും പ്രാധാന്യമുള്ള ചില തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ടതായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മറ്റൊന്ന്, വ്യോമസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൌത്യം അവസാനിപ്പിച്ചിട്ടില്ല, അതിപ്പോഴും തുടരുന്നു എന്നാണ്. ഓപ്പറേഷൻ സ്റ്റിൽസ് ഗോയിങ് ഓൺ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദൌത്യം തുടരുകയാണ്. അത് പ്രത്യേകിച്ച് ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ ദൌത്യം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്ന് വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. മറ്റ് വിശദമായ ഒരു വിശദീകരണം വ്യോമസേന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ അത്തരമൊരു ബ്രീഫിംഗ് കാണുമെന്നും അറിയിച്ചു. ചില ഊഹാപോഹങ്ങൾ പല ദിക്കുകളിലായി പ്രചരിക്കുന്നുണ്ട്, അതിലൊന്നും വിശ്വസിക്കരുത് എന്നുകൂടി ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളോട് ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നു. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട സേനയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു കുറിപ്പ് കൂടിയാണ് ഇപ്പോൾ വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, വ്യോമസേന ഈ ദൌത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. രണ്ടാമതായി, ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുന്നു എന്നാണ് വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. റീജിത്ത്. ശരി, പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം അത് പൂർത്തിയായിരിക്കുന്നു. അതിൽ ഉന്നതതല യോഗത്തിൽ അതിർത്തിയിലെ സാഹചര്യം എങ്ങനെ, തുടർന്ന് ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യമൊക്കെ ചർച്ചയായിട്ടുണ്ട്. ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ആ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യോമസേന കൂടി വ്യക്തമാക്കുകയാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യൻ തിരിച്ചടിയിൽ പാക് വ്യോമതാവളം തകർന്നെന്ന് പാക് മാധ്യമം ഡോൺ. റഹീം യാർ ഖാൻ വ്യോമതാവളം തകർന്ന ചിത്രങ്ങൾ സഹിതമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. തിരിച്ചടിക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, അവരുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കാര്യം സമ്മതിക്കുന്നതിലും സ്ഥിരീകരിക്കുന്നതിലും വലിയ മടി പാകിസ്ഥാൻ നേരത്തെ കാണിച്ചതാണ്. പിന്നീട് അതിൻ്റെ തെളിവുകൾ സഹിതം പുറത്തുവരുന്ന സാഹചര്യം, പാക് മാധ്യമങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇടം പിടിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് കൂടുതലായി ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത് എങ്ങനെ?
റീജിത്ത്, ഇപ്പോൾ ഇന്നാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുമ്പോഴാണ് പുറത്തു വരുന്നത്. ഇത് ശനിയാഴ്ച പുലർച്ചെ 4:15 ഇങ്ങനെ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയത്. ഇന്ത്യ മിസൈൽ ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചാണ് ഈ പാക് പഞ്ചാബിലെ റഹീം യാർ ഖാൻ എന്ന സ്ഥലത്തുള്ള ഷെയ്ഖ് സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ട്, ഈ വിമാനത്താവളമാണ് തകർന്നിട്ടുള്ളത്. ഇത് പാകിസ്ഥാന്റെയും UAEയുടെയും ഒരു സൗഹൃദത്തിന്റെ ചിഹ്നമായിട്ടാണ് ഈ വിമാനത്താവളത്തെ കരുതുന്നത്. അവിടെ കാര്യമായ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ റോയൽ ലോഞ്ച് അടക്കം പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തെക്കുറിച്ച് അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഈ പാകിസ്ഥാനിലുള്ള UAE എംബസിയിലും അറിയിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് അബുദാബി റോയൽ ഫാമിലിയാണ് ഈ വിമാനത്താവളം ഉപയോഗിക്കുന്നത്. കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് അവിടെ 2023 ശേഷം ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. അബുദാബി റോയൽ ഫാമിലി അവരുടെ ഒരു സൗഹൃദത്തിന്റെ ഭാഗം അവർ സ്വകാര്യമായി ഉപയോഗിക്കുന്ന ഒരു വിമാനത്താവളമാണിത്. അത് മാത്രമല്ല അവിടെ ചില അവശിഷ്ടങ്ങൾ, ഈ ഡ്രോണിന്റെയും മറ്റും ചില അവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 4:15 ഈ ആക്രമണം നടന്നത്. അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ. ഇതിന്റെ ഡോൺ എന്ന മാധ്യമത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളും വിശദമായ റിപ്പോർട്ട് ഉള്ളത്. ഇത് പാകിസ്ഥാനും ഒപ്പം തന്നെ UAE പ്രസിഡന്റ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ അവർ തമ്മിലുള്ള സൗഹൃദം, അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിമാനത്താവളം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാന്റെ ഏവിയേഷൻ നെറ്റ്വർക്കിൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു എയർപോർട്ട് കൂടിയാണ്. അവരുടെ നയതന്ത്ര തലത്തിൽ നിർണായക ബന്ധങ്ങൾ ഉൾപ്പെടുന്ന ഒരു എയർപോർട്ട് കൂടിയാണിത്. ആ എയർപോർട്ടാണ് ഇന്ത്യൻ ആക്രമണത്തിൽ പകർന്നത്. അതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ, അതായത് ബ്രഹ്മോസ് ബാലിസ്റ്റിക് മിസൈലും പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ പ്രയോഗിച്ചു എന്നുകൂടി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും തുടർച്ചയായ ഇന്ത്യൻ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അത് പാകിസ്ഥാൻ എല്ലാം നിഷേധിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്, ഇക്കാര്യങ്ങളടക്കം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ശരി, അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നെങ്കിലും പാകിസ്ഥാനോട് വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ ഉള്ളത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയും അതുപോലെ പാക് പൗരന്മാരുടെ വിസ നിയന്ത്രണവും തുടരും. വ്യാപാര ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കാനും ഇന്ത്യയുടെ തീരുമാനമുണ്ടാവില്ല. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇപ്പോഴൊരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു കരാറൊന്നുമല്ല, ഒരു ധാരണയാണ്. അതിന്റെ ഭാഗമായി അതിർത്തിയിൽ കാര്യങ്ങൾ നിലവിൽ ശാന്തമാണ്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടി തുടരും എന്ന് നേരത്തെ തന്നെ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വ്യോമസേനയുടെ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യോമസേന അറിയിക്കുന്നു. ഇന്ത്യ തുടർന്ന് ശക്തമായ സൈനിക തിരിച്ചടിക്ക് ശേഷം തുടർന്ന് പാകിസ്ഥാനുമേൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എങ്ങനെയായിരിക്കും? അന്താരാഷ്ട്ര തലത്തിലടക്കം ഈ വിഷയം ഉയർത്താൻ പോകുന്നത് ഏറ്റവും ഒടുവിൽ ഈ ധാരണ രൂപപ്പെട്ടതിന് ശേഷം പോലും പ്രകോപനം തുടർന്ന പാകിസ്ഥാന്റെ നിലപാടിനോട് ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന സമീപനം എങ്ങനെയായിരിക്കും? ദിലീപ് കുമാർ. റിജിത്ത്, പാകിസ്ഥാൻ ഇനി എന്ത് നടപടികൾ സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ സമീപനം. ഭീകരരുടെ താവളങ്ങൾ ഇല്ലാതാക്കണം എന്ന ആവശ്യം ഇന്ത്യ നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ. ഇന്ത്യയിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അവർക്ക് പരിശീലനം നൽകുന്നതും സഹായം നൽകുന്നതുമൊക്കെ പാകിസ്ഥാനാണ് എന്ന കാര്യം പകൽ പോലെ വ്യക്തമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ആകട്ടെ രാജ്യാന്തര വേദികളിൽ ഇക്കാര്യം നിഷേധിക്കുന്നു. പക്ഷേ അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകുന്നു എന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? അവർ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന കാര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക. നാളെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽമാർ തമ്മിൽ തുടർന്ന് വീണ്ടും സംസാരിക്കുന്നുണ്ട്. അത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. പക്ഷേ കാതലായ വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകളൊന്നും ഈ ചർച്ചയിൽ ഉണ്ടാകില്ല. അതൊരു സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചും സൈനിക തലത്തിലുമുള്ള കാര്യങ്ങളാണ് അത്തരം ചർച്ചയിൽ പരാമർശ വിധേയമാവുക. കാതലായ വിഷയങ്ങൾ അപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്ക വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇന്ത്യയാകട്ടെ ഈ അവസരം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചത് പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ മിക്കതും തകർത്തുകൊണ്ടാണ്. ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങൾ തകർത്തു, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു, അവരുടെ വ്യോമത്താവളങ്ങൾ തകർത്തു,
അത് സൈനിക കേന്ദ്രമായ റാവൽപിണ്ടിയിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്നത് പാകിസ്ഥാനെ ചെറുതായൊന്നുമല്ല ഞെട്ടിച്ചത്. മാത്രമല്ല ഇത്തരമൊരു വെടിനിർത്തലിലേക്ക് അവർ പാകിസ്ഥാനെ പെട്ടെന്ന് തന്നെ എത്തിച്ചത് തന്നെ ഇത്തരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഇന്ത്യയുടെ ആക്രമണം എത്തുന്നു എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ നിലയിലുള്ള ഒരു ഒത്തുതീർപ്പിന് പാകിസ്ഥാൻ വഴങ്ങിയത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് പാകിസ്ഥാൻ വഴങ്ങേണ്ടി വന്നത് അതുകൊണ്ടുകൂടിയാണ്. കാരണം വലിയ ആക്രമണം ഇന്ത്യ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ദിവസം പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ആക്രമിച്ചതിനേക്കാൾ വലിയ ആക്രമണമാണ്, ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങളിൽ നടത്തിയിട്ടുള്ളത്. നോക്കൂ, അവരുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ ഈ അല്പസമയം മുമ്പ് പറഞ്ഞ ഷേഖ് സയ്യിദ് വിമാനത്താവളം അടക്കമുള്ള വ്യോമത്താവളങ്ങൾ, മുറീത്ത് വിമാനത്താവളം, അങ്ങനെ ഈ പ്രധാനപ്പെട്ട അവരുടെ വിമാനത്താവളങ്ങൾ, പോർ വിമാനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന വിമാനത്താവളങ്ങൾ, അവരുടെ തന്ത്രങ്ങൾ, ലോജിസ്റ്റിക് രൂപകൽപ്പന ചെയ്യുന്ന ലോജിസ്റ്റിക്സിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തുന്ന വിമാനത്താവളങ്ങൾ, ഇങ്ങനെയുള്ള വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ ശക്തമായ ആക്രമണമാണ് ബ്രഹ്മോസും അതോടൊപ്പം സ്കാൾപ്പ് മിസൈലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയത്. അത് പാകിസ്ഥാനെ വളരെയധികം പരിഭ്രാന്തരാക്കിയിരുന്നു. ഇനി അതേസമയം തന്നെ ഇന്ത്യ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സിന്ധു നദീതട കരാർ മരവിപ്പിക്കലിൽ നിന്ന് പിന്മാറിയിട്ടില്ല. പാകിസ്ഥാൻ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും കാർഷിക മേഖലയെ സംബന്ധിച്ചെന്ന കാര്യം വ്യക്തമാണ്. വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കില്ല, നയതന്ത്ര ബന്ധം നേരത്തെ തന്നെ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കില്ല. അങ്ങനെയുള്ള ആ നടപടികൾ തുടരുകയും ചെയ്യും. മാത്രമല്ല പാകിസ്ഥാനെ ഇക്കാര്യങ്ങളിലൊന്നും കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്ന് ഇന്ത്യക്ക് നേരത്തെ തന്നെയുള്ള അനുഭവങ്ങളിലൂടെ അറിയാം. അത് 1999 അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി വാഗ അട്ടാരി ബോർഡർ കടന്നുകൊണ്ട് ലാഹോറിലേക്കുള്ള ആ ബസ് സർവീസിൽ യാത്ര ചെയ്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഒരു പുതിയ സൗഹൃദ തലത്തിലേക്ക് പോകുന്നു ബന്ധം എന്ന നിലയിൽ അന്ന് AB വാജ്പേയി പോയിരുന്നു. നവാസ് ഷെരീഫ് അന്നത്തെ പ്രധാനമന്ത്രി ലാഹോറിലെത്തി AB വാജ്പേയിയെയും ഇന്ത്യൻ സംഘത്തെയും സ്വീകരിച്ചിരുന്നു. ഇനി ബന്ധം ഊഷ്മളമായിരിക്കും, പഴയ മുറിവുകളൊക്കെ മറക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മാസങ്ങൾക്കു ശേഷമാണ് കാർഗിൽ മലനിരകളിലൂടെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതും ഇന്ത്യ തിരിച്ചടിച്ചതുമൊക്കെ. പിന്നീട് 2 വർഷത്തിന് ശേഷം പർവേസ് മുഷാറഫ് നവാസ് ഷെരീഫിനെ അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് മാറ്റി സൈന്യം അധികാരം പിടിച്ചെടുക്കുന്നു. പർവേസ് മുഷാറഫ് 2001 ആഗ്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്നു. അത് വലിയ ചർച്ചയായി മാറുന്നു. പക്ഷേ ഈ നവാസ് ഷെരീഫ് ഇന്ത്യയിലെത്തി മാസങ്ങൾക്കകം തന്നെ പാർലമെന്റ് ആക്രമണം നടത്തുന്നു. അങ്ങനെ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ പാകിസ്ഥാൻ പിന്നീട് മാറ്റിപ്പറയുന്ന അനുഭവം ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല റിജിത്ത്, ഇന്നിപ്പോൾ ഒരു സുപ്രധാനമായ കാര്യം കൂടി പാകിസ്ഥാനിലെ വ്യോമസേന വക്താവിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവിടുത്തെ സൈനിക മേധാവികൾ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യോമസേന വക്താവ് പറഞ്ഞത് പുൽവാമ ഭീകരാക്രമണം നേരത്തെ തന്ത്രപരമായി നടപ്പാക്കിയ അനുഭവം പാകിസ്ഥാൻ ഉണ്ട് എന്നാണ്. ഇതുവരെ പുൽവാമ ഭീകരാക്രമണത്തിൽ പങ്കില്ല എന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ അവകാശവാദം കൂടി, അത് നടപ്പാക്കിയത് തങ്ങളാണെന്ന് കൂടി ഔദ്യോഗികമായി, ഇക്കാര്യം നേരത്തെ തന്നെ ഇന്ത്യക്ക് അറിയാം, പക്ഷേ ഔദ്യോഗികമായി ഇക്കാര്യം ഇന്ന് തുറന്നു പറയുകയാണ് പാകിസ്ഥാൻ. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികൾ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ തുടർന്നുള്ള സമീപനങ്ങൾ. റീജിത്ത്. ശരി, ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരു വെടിനിർത്തൽ ധാരണ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തീരുമാനങ്ങൾ വരിക. ഇതിനോടകം തന്നെ നമുക്കറിയാം കനത്ത തിരിച്ചടി പാകിസ്ഥാൻ നേരിട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും തുടർന്ന് പാകിസ്ഥാൻ സ്വീകരിക്കുക എന്നത് ശ്രദ്ധേയമാണ്. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി, അതുപോലെ പാക് പൗരന്മാരുടെ വിസ നിയന്ത്രണം, ഇതൊക്കെ തുടരും. വ്യാപാര ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കില്ല. ഏത് തരത്തിലുള്ള നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള ആദ്യ പകലിൽ അതിർത്തി ഗ്രാമങ്ങൾ ശാന്തമാണ്. കുൽഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജമ്മുകശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭീകരവിരുദ്ധ പരിശോധന തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ വെടിനിർത്തൽ ധാരണ രൂപപ്പെട്ടതിന് പിന്നാലെ അതിർത്തികൾ പൊതുവെ ശാന്തമാണ്. ഈ ധാരണ രൂപപ്പെട്ടതിന് ശേഷം ആദ്യഘട്ടത്തിലുണ്ടായ പാക് പ്രകോപനത്തിന് അപ്പുറത്തേക്ക് ഇന്നത്തെ പകലിൽ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ജനജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നുവെന്ന് മനസ്സിലാക്കുന്നു.
വ്യാപാര കേന്ദ്രങ്ങളടക്കം ചെറിയ കടകളടക്കം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അവിടെ എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും ആശങ്ക അവർക്ക് വിട്ടുമാറിയിട്ടില്ല. എന്താണ് ശ്രീനഗറിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ ബൽറാം? റിജിത്ത്, ഇന്നലെ രാത്രി 9:26 ശേഷം യാതൊരു തരത്തിലുള്ള വെടിവെപ്പ് ശബ്ദങ്ങളോ അല്ലെങ്കിൽ സ്ഫോടന ശബ്ദങ്ങളോ അതിർത്തിയിൽ ഷെല്ലാക്രമണമോ ഉണ്ടായിട്ടില്ല കശ്മീർ താഴ്വരയിൽ. അത് ജനങ്ങളിൽ നേരിയ ആത്മവിശ്വാസം വളർത്തുന്നുണ്ട്. എന്നാൽ ഇന്നലെ രാത്രി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ, മണിക്കൂറുകൾക്ക് പിന്നാലെ, ഈ ശ്രീനഗറിലേതടക്കമുള്ള ഇടങ്ങളിൽ ആകാശത്തു നിന്ന് കേട്ട സ്ഫോടന ശബ്ദങ്ങൾ, തുടർച്ചയായുള്ള ശബ്ദങ്ങൾ, അത് ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയും മുൻപ് ഉണ്ടായിരുന്ന 3 ദിവസത്തേക്കാൾ കൂടുതലായി ജനങ്ങൾ ഭയപ്പെടുകയും ചെയ്തിരുന്നു. അതിർത്തികളിൽ നിന്നും അഭയം തേടിയെത്തിയ 100 കണക്കിന് പേർ, 1000 പേർ അടക്കം ശ്രീനഗറും ബാരാമുള്ള അടക്കമുള്ള നഗരപ്രദേശങ്ങളിലുണ്ട്. അവരുൾപ്പെടെ ഇനി എവിടെ പോകും എന്ന വലിയൊരു ആശങ്കയാണ് ആ രാത്രി പങ്കുവച്ചത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആളുകൾക്ക് അറിയാൻ കഴിയാത്ത ഒരു രാത്രി. തുടർന്നാണ് പിന്നീട് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തത വന്നതും പാക് ഡ്രോണുകൾ തിരികെ പോയതായുള്ള വിശദീകരണങ്ങൾ എത്തിയതും. എങ്കിൽ പോലും ജനങ്ങളുടെ ആശങ്ക ഇന്ന് നേരം പുലർന്ന ഘട്ടത്തിൽ അത് പൂർണ്ണമായും അകന്നിട്ടില്ലായിരുന്നു. ആളുകൾ മടി കാണിച്ചു പുറത്ത് തെരുവുകളിൽ ഇറങ്ങാനും മറ്റും. ഇപ്പോൾ നമുക്ക് കാണാം തെരുവുകൾ ശാന്തമായി പുറത്തിറങ്ങുന്നു, സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയും യാതൊരു തരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങളും ഇല്ല. അതിർത്തിയും ശാന്തമാണ്. കഴിഞ്ഞ 5 ദിവസമുണ്ടായ സംഘർഷങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ എന്നുള്ള വാർത്തകളും അവർക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ പോലും പല കടകളും ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കാരണം കശ്മീരിന് പുറത്തുള്ള ആളുകൾ, ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ആളുകൾ അടക്കമുള്ളവർ ഈ മേഖലയിൽ നിന്നും ആശങ്കയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്ഥലം വിട്ടുപോയിരുന്നു, ഒഴിഞ്ഞുപോയിരുന്നു. അതുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങളും മറ്റും ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. അതേസമയം മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾ തെരുവുകളിൽ സാധാരണ നിലയെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ പോലും ആളുകൾ ഇറങ്ങുന്നുണ്ട്. അവർക്ക് ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട് അല്പമൊക്കെ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതീവ ജാഗ്രത തുടരുകയാണ് സുരക്ഷാ സേന. അത് നഗരമേഖലകളിലായാലും വലിയ തോതിലുള്ള പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും വിന്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിർത്തിയിലും ജാഗ്രത പുലർത്തുകയാണ്. കാരണം പാകിസ്ഥാൻ ഏത് സമയവും വാക്കുകളിൽ നിന്നും പിന്മാറാവുന്ന അല്ലെങ്കിൽ വാക്ക് പാലിക്കാത്ത ഒരു ശരി ബൽറാം, തുടരുക. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നു തത്സമയം. मैं आप सबसे बातचीत करते हुए बेहद प्रसन्नता की अनुभूति कर रहा हूं। मेरी बड़ी इच्छा थी कि मैं स्वयं उपस्थित होकर आप सबके बीच मैं रहूं, आप सबसे मैं सीधा संवाद करूं, पर मैं क्यों नहीं आ पाया यह बात आप सभी जानते हैं। अभी जिस परिस्थिति से हम गुजर रहे हैं उसे देखते हुए मेरा दिल्ली में रहना यह अति आवश्यक था। इसलिए मैं वीडियो कॉन्फ्रेंसिंग के माध्यम से आप सभी से जुड़ रहा हूं। मैं भले ही आपके बीच नहीं आया, लेकिन अपने उत्साह के माध्यम से आप मुझ तक जरूर पहुंच गए हैं। यह अपने आप में एक संदेश है कि चाहे हम किसी भी परिस्थिति में रहें, यह देश चलता रहेगा और हमारा काम नहीं रुकेगा। किसी भी स्थिति में हमारा संवाद नहीं टूटेगा। साथियों, आज का दिन हमारे शहर लखनऊ और हमारे राज्य उत्तर प्रदेश और हमारे पूरे देश के लिए एक ऐतिहासिक दिन है। आज का दिन मैं समझता हूं उस शक्ति की आराधना का दिन है जो हमारी सेनाओं को संबल प्रदान करती है, जो हमारी सेनाओं में निहित होकर दुश्मन पर कहर बरसाती है। आज का दिन मेरे लिए व्यक्तिगत रूप से बहुत ही महत्वपूर्ण है, क्योंकि मैंने अपने शहर लखनऊ के लिए एक सपना देखा था कि मेरा शहर भारत के डिफेंस सेक्टर को मजबूत करने में एक बड़ा योगदान दे। वह सपना अब पूरा हो रहा है। साथियों, ब्रह्मोस इंटीग्रेशन एंड टेस्टिंग फैसिलिटी का उद्घाटन इसलिए भी महत्व रखता है क्योंकि आज का दिन बहुत ही खास है। आप सब तो जानते ही हैं कि आज नेशनल टेक्नोलॉजी डे है। आज ही के दिन 1998 में श्रद्धेय अटल बिहारी वाजपेयी जी के नेतृत्व में हमारे वैज्ञानिकों ने पोखरण में परमाणु परीक्षण करके दुनिया को भारत की ताकत दिखाई थी। और वह परीक्षण हमारे साइंटिस्ट, इंजीनियर्स, डिफेंस पर्सनल और कई अन्य स्टेक होल्डर्स के अथक प्रयासों का ही परिणाम था।
यह हमारे वैज्ञानिकों तथा इंजीनियर्स को मान्यता देने, उनको रिकॉग्नाइज करने और उनके कंट्रीब्यूशन को एक्नॉलेज करने का दिन है। मुझे अच्छी तरह याद है, जब मैंने इसका शिलान्यास किया था, उस समय माननीय मुख्यमंत्री श्री योगी आदित्यनाथ जी भी थे। उस दौरान मैंने यह इच्छा जाहिर की थी कि जितनी जल्दी हो सके इस प्रोजेक्ट को पूरा कर लिया जाए, और मुझे यह देखकर बेहद खुशी हुई कि आप लोगों ने मेरी भावनाओं का सम्मान रखा और महज 40 महीने में इस प्रोजेक्ट को पूरा करके दिखाया। आज हमारे आसपास जैसी परिस्थितियां हैं, उसे देखते हुए यह बेहद जरूरी हो जाता है कि हम अपने लक्ष्यों को ऐसे ही समयबद्ध तरीके से पूरा करते रहें। इस मौके पर मैं उत्तर प्रदेश के माननीय मुख्यमंत्री श्री योगी आदित्यनाथ जी का विशेष आभार प्रकट करता हूं। यदि इतने कम समय में ब्रह्मोस की इंटीग्रेशन एंड टेस्टिंग फैसिलिटी की स्थापना हो सकी, तो इसके पीछे योगी जी का बहुत बड़ा योगदान है। मैं डीआरडीओ, हमारे वैज्ञानिक, हमारे इंजीनियर्स और इस प्रोजेक्ट से जुड़े हर व्यक्ति और संस्था को मैं हृदय से बधाई देता हूं। आप लोगों ने दिन रात मेहनत करके इस इंटीग्रेशन एंड टेस्टिंग फैसिलिटी को खड़ा किया है। देश भर के वैज्ञानिक, इंजीनियर्स और युवाओं का योगदान हमें इस फैसिलिटी सेंटर में देखने को मिलेगा। मैं आपकी मेहनत और लगन को नमन करता हूं। साथियों, हमारी सरकार जब उत्तर प्रदेश में डिफेंस कॉरिडोर के विजन को लेकर आगे बढ़ी थी, तो उस समय हमारे सामने अनेक बड़े लक्ष्य थे। उन तमाम लक्ष्यों में से हमारा एक उद्देश्य यह भी था कि हम उत्तर प्रदेश को एक बार फिर देश के प्रोडक्शन सेंटर के रूप में डेवलप करें। यूपी डिफेंस कॉरिडोर लखनऊ सहित कानपुर, झांसी, चित्रकूट, आगरा और अलीगढ़ से होकर गुजरता है, और ये सभी नोड्स आने वाले समय में विकास के नए केंद्र बनकर उभरेंगे। साथियों, एक उदाहरण मैं आपके सामने रखूं तो आप ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൊഡക്ഷൻ യൂണിറ്റ് ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെർച്വലായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ, അക്കാര്യം വിശദീകരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി. ഒടുവിലായി പുറത്തുവരുന്ന വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് അതിർത്തിയിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്നുള്ള ആവശ്യം കോൺഗ്രസ് ഉയർത്തുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ ധാരണ, ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, IPL മത്സരങ്ങൾ പുനരാരംഭിക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. അതിനിടയിൽ താരങ്ങളെ ചൊവ്വാഴ്ചയ്ക്കകം ക്യാമ്പുകളിലെത്തിക്കാൻ ടീമുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരു ദിവസം 2 മത്സരങ്ങൾ വീതം വെച്ച് നടത്താനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയായതോടെ ജമ്മുകശ്മീരിൽ അശാന്തി ഒഴിയുകയാണെങ്കിലും ആശങ്ക പൂർണ്ണമായി വിട്ടുമാറുന്നില്ല. വെടിനിർത്തലിന് ശേഷം ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി കേട്ട സ്ഫോടനങ്ങളുടെ നടുക്കം ജനങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതിർത്തികളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. വെടിനിർത്തൽ നൽകിയ ആശ്വാസത്തിന് തൊട്ടുപിന്നാലെ രാത്രി ആകാശത്തുയർന്ന തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കശ്മീരി ജനതയെ കടുത്ത ആശങ്കയിലാക്കി. അതിർത്തിയിൽ വീണ്ടും വെടിയൊച്ചകൾ ഉയർന്നതും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി. രാത്രി 9:30 ശേഷം പൂർണ്ണമായും ശാന്തമാണ് താഴ്വര. മുൻകരുതലായി പ്രഖ്യാപിച്ച ബ്ലാക്ക് ഔട്ട് പുലർച്ചെയോടെ പിൻവലിച്ചു. ആദ്യ മണിക്കൂറുകൾ മടി കാണിച്ചെങ്കിലും कश्मीर पदिये साधारण नीलीलेके नींगुगियाना हुआ था, उससे तो डर लगता था कुछ होना चाहिए। तो अभी तो ठीक ठाक है, अल्लाह करम से सब कुछ ठीक है। हाँ, थोड़ा सा डर लग रहा था। हम तो पिछले 35 सालों से ये महसूस करते आ रहे हैं, अब इससे क्या चलेगा। കടകമ്പോളങ്ങൾ തുറന്നു തുടങ്ങി. തെരുവുകൾ സജീവമായി. ഉറി, കുപ്വാര, ബാരാമുള്ള തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളും പൂർണ്ണമായും ശാന്തമാണ്. അതേസമയം അതിർത്തികളിലും നഗരമേഖലകളിലും കനത്ത ജാഗ്രതയിലാണ് സുരക്ഷാ സേന. വെടിനിർത്തലിന് തീരുമാനിച്ചെങ്കിലും ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭീകരപ്രവർത്തനത്തെയും രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കി പ്രതികരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. ആശങ്കയുടെ രാത്രികളിൽ നിന്നും ആശ്വാസത്തിന്റെ പകലിലൂടെ കടന്നുപോകുകയാണ് കശ്മീർ ജനത. അതിർത്തികളും ശാന്തമാണ്. കാര്യങ്ങൾ എത്രയും വേഗം പൂർണ്ണമായും
സാധാരണ നിലയിലാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് കശ്മീരി ജനതയ്ക്കുള്ളത്. ശ്രീനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. സ്ഥിതി ശാന്തമായെങ്കിലും വീടുകളിലേക്ക് മടങ്ങാൻ ഭയപ്പെടുകയാണ് ജമ്മുകശ്മീരിലെ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ. വെടിനിർത്താൻ ധാരണയായ ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് ആശങ്കയാവുന്നത്. അതേസമയം ഒളിച്ചു കഴിയുന്ന ഭീകരവാദികളെ പിടികൂടാൻ വിവിധ ജില്ലകളിൽ വ്യാപക പരിശോധന തുടരുകയാണ്. बहुत फायरिंग हो रही है हमारे गांव में, वो हमारा सामान बहुत खराब हो गया. ജമ്മുവിലെ സായി ബന്ദക്കി ആശ്രമത്തിലെ ക്യാമ്പിൽ 100 കണക്കിന് പേർ കഴിയുന്നുണ്ട്. അതിർത്തി അശാന്തമായതോടെ വീട് വിട്ടു പോരേണ്ടി വന്നവരാണ്. മടക്കവും സാധാരണ ജീവിതവും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ സമാധാനം എന്നത് എത്ര അകലെയാണെന്ന് അറിയില്ല. 3-4 दिन हुए. हाँ जी, 3-4 दिन हुए आए हुए. हाल तो बहुत बुरा है. നിയന്ത്രണ രേഖയിൽ വെടിവെച്ച് നിലച്ച കാലം ഉണ്ടായിട്ടില്ല. എക്കാലത്തും ആദ്യ മുറിവ് ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് ഈ മനുഷ്യർ. സൈന്യത്തിൽ മാത്രം വിശ്വസിച്ചാണ് പ്രതിസന്ധി നിറഞ്ഞ ജീവിതം തള്ളി നീക്കുന്നത്. കഴിയുമെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ചിലർ. ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ട പാക് ഡ്രോണിന്റെ ഭാഗങ്ങളിലൊന്ന് പതിച്ച് ഉദ്ധംപൂരിലെ വ്യോമത്താവളത്തിലുള്ള സൈനികൻ വീരമൃത്യു വരിച്ചു. എയർബേസിലെ മെഡിക്കൽ അസിസ്റ്റന്റായ സുരേന്ദ്രകുമാർ മോഗയാണ് വീരമൃത്യു വരിച്ചത്. അതേസമയം ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കുകയാണ് ജമ്മു കാശ്മീർ പോലീസ്. കുൽഗാം അടക്കം പല ജില്ലകളിലും പുലർച്ചെ മുതൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റെയ്ഡ് നടക്കുന്നുണ്ട്. താൽക്കാലികമായൊരു വെടിനിർത്തലല്ല, ശാശ്വതമായ സമാധാനമാണ് കശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജമ്മുവിലെ ഒരു ക്യാമ്പിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ വെടിനിർത്തൽ ധാരണ രൂപപ്പെട്ടതിന് ശേഷം ജമ്മുവിൽ കാര്യങ്ങൾ ശാന്തമാണ്. ഇന്നത്തെ പകലിൽ അങ്ങനെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പതിയാണെങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് അവിടെയുള്ള ജനങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. മടങ്ങിപ്പോകുന്നതിലെ ആശങ്ക അവർ 24-നോട് നേരത്തെ ക്യാമ്പുകളിൽ ശ്രീനാഥ് എത്തിയപ്പോൾ ശ്രീനാഥിനോട് വിവരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സാഹചര്യം? പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെ ശ്രീനാഥ്? റിജിത്ത്, ഇന്നലെ രാത്രി കുറച്ച് സമയം ഈ സീസ് ഫയർ വയലേഷൻ, വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായി എന്നത് സത്യമാണ്. പക്ഷേ അത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി തന്നെ നിന്നു. പിന്നീട് ഇന്നലെ രാത്രി മുഴുവൻ തന്നെ ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടായില്ല, ഒരു തരത്തിൽ പ്രകോപനവും ഉണ്ടായില്ല. ഇന്ന് രാവിലെയും പിന്നീട് എവിടെയും അങ്ങനെ ഒരു ആക്രമണ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് ജമ്മു അടക്കമുള്ള ജമ്മു കാശ്മീരിലെ മുഴുവൻ ഇടങ്ങളിലും ഇന്ന് രാവിലെ പകൽ ഒരു ശാന്തത തന്നെയാണുള്ളത്. പക്ഷേ കടകമ്പോളങ്ങളൊക്കെ ഏതാണ്ട് പാതിയിലധികവും അടഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്. സാധാരണ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ഞാൻ ക്യാമ്പിൽ പോയ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർക്ക് തിരികെ അവരുടെ സ്വദേശത്തേക്ക്, അതായത് അതിർത്തിയോട് അടുത്തുള്ള അവരുടെ വീടുകളിലേക്കൊക്കെ മടങ്ങുന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ വെടിനിർത്തൽ കരാർ പിന്നെയും ലംഘിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. അതുതന്നെയാണ് അവരുടെ മുൻകാല അനുഭവങ്ങളും. നേരത്തെ തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ LOCയിൽ വെടിനിർത്തൽ കരാർ നിലവിലുള്ളതാണ്. പക്ഷേ അത് പല ഘട്ടങ്ങളിലും അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ തിരികെ പോകാൻ ആളുകൾക്ക് ഭയമുണ്ട്. ആ ഭയമാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ചനാബ് നദിയുടെ ഒരു കനാലിന്റെ തൊട്ടടുത്താണ്. ഈ ചനാബ് നദിയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് വെള്ളം പോകുന്ന കനാലാണിത്. ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയായി ചനാബ് നദിയിൽ വെള്ളം വരുന്നുണ്ട്. കാരണം ഈ സിന്ധു നദീ ജല കരാർ നമ്മൾ നിർത്തിയതിന് ശേഷം, അത് മരവിപ്പിച്ചതിന് ശേഷം ചനാബ് നദി ഏതാണ്ട് വറ്റി വരേണ്ട അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ ഡാമുകളൊന്ന് തുറന്നു. അങ്ങനെയാണ് നദിയിലേക്ക് കൂടുതൽ വെള്ളം എത്തിയത്. അത് തന്നെ ഈ രാജ്യങ്ങൾക്കിടയിലെ ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യം അയയുന്നതിൻ്റെ ഒരു പ്രതീകമായി നമുക്ക് കാണുകയും ചെയ്യാം. ഏതായാലും വെള്ളം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. അത് ഈ കരാർ നമ്മൾ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് കൊണ്ടല്ല, അത് പിന്നോട്ട് പോയിട്ടുമില്ല. ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മഴ ശക്തമായി പെയ്യുകയും വെള്ളം നിറഞ്ഞതുകൊണ്ടാണ് എന്നതാണ് ഔദ്യോഗികമായി നമുക്ക് കിട്ടുന്ന ഒരു വിശദീകരണം. ഏതായാലും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു ശാശ്വതമായ സമാധാനമാണ് ജമ്മു കാശ്മീരിലെ ജനം ആഗ്രഹിക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീർ പോലീസ് ഭീകരവാദികൾക്കെതിരായ നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കുൽഗാം അടക്കമുള്ള മേഖലകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഭീകരരെ കണ്ടെത്തണമൊപ്പം അവർക്ക് സഹായം ചെയ്യുന്ന ആളുകളെയും പിടികൂടണം. ഇങ്ങനെ 2 ദൗത്യം വെച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഒപ്പം പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ, നേരിട്ട് അതിൽ പങ്കെടുത്ത
ഭീകരരടക്കം നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവരടക്കം ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാകാം. അവരെയൊക്കെ പിടികൂടാനുള്ള ശ്രമമാണ് ജമ്മു കാശ്മീർ പോലീസ് ഇപ്പോൾ നടത്തുന്നത്. റീജിത്ത്. ശരി, ജമ്മുവിൽ നിന്ന് പുതിയ വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവയ്ക്കുകയായിരുന്നു. ഭീതിയൊഴിഞ്ഞ് അമൃത്സറും പത്താൻകോട്ടും സാധാരണ ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. ആശങ്കയിലും ഭീതിയിലും നഷ്ടത്തിലായ ടൂറിസം മേഖലയെ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അവിടെയുള്ള കച്ചവടക്കാർ. ജനങ്ങളുടെ സഹകരണത്തിന് അമൃത്സർ ജില്ലാ ഭരണകൂടം നന്ദി അറിയിച്ചു. വെടിനിർത്തൽ കരാറിന് പിന്നാലെയും പഞ്ചാബിൽ കഴിഞ്ഞ ദിവസം ആശങ്കയുടെ രാത്രിയായിരുന്നു. സാധാരണ നിലയിലേക്കെത്തിയ ജനജീവിതം പെട്ടെന്നാണ് മാറിയത്. അമൃത്സറിൽ റെഡ് അലേർട്ട് മുഴങ്ങി. പത്താൻകോട്ടും ഗുരുദാസ്പൂരിലും ഫിറോസ്പൂരിലും ജലന്ധറിലും സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട്. വീട്ടിൽ തന്നെ തുടരണമെന്ന് പുലർച്ചെയോടെ വീണ്ടും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഒടുവിൽ 8 മണിയോടെ നിർദ്ദേശങ്ങൾ പിൻവലിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. പിന്നാലെ നഗരങ്ങൾ സജീവമായി തുടങ്ങി. നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പഞ്ചാബിലെ ടൂറിസം മേഖല ആകെ നഷ്ടത്തിലാണ്. അത് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കച്ചവടക്കാർ. बिजनेस तो बहुत कम हो गया, मतलब 10% भी नहीं है. काम ही नहीं, हाँ सिचुएशन में बहुत मुश्किल है. काम तो है नहीं क्योंकि बाहर से टूरिस्ट आ नहीं रहा. लोकल भी है वो भी अपने घर से नहीं निकल रहे हैं, तो मुश्किल तो है ही काम करना. पब्लिक आएगी काम चलेगा सबका. पब्लिक इतनी है नहीं, आनी चाहिए. पब्लिक आएगी ताकि काम चलेगा सबका. क्या करें, मुँह सारा खराब हो रहा है हर तरफ से. വെടിനിർത്തലിന് പിന്നാലെയും പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിൽ ആശങ്കയുമുണ്ട്. अभी 2-4 दिन हो गए, देखो माहौल पूरा खराब है. हम काम से करते हैं, वेले फिरते हैं, अभी मतलब काम नहीं मिलता नहीं ना, काम हमारे लिए ज़्यादा मुश्किल आ रही है. पहले तो उन्होंने सीज पार का उल्लंघन करा, उसके लिए हमको बड़ा दुख लगा. ऐसे नहीं करना चाहिए पाकिस्तान को. तो हमारे चेहरे पर रौनक आई थी थोड़ा जो हमारी जावेल. പത്താൻകോട്ട്, ഫിറോസ്പൂർ, തരൻതരൻ ഉൾപ്പെടെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബിലെ ജില്ലകളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറി. എങ്കിലും പടക്കം പൊട്ടിക്കുകയോ ഡ്രോണുകൾ പറത്തുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് തുടരെ ഉണ്ടായ ഷെല്ലാക്രമണത്തിന്റെയും ഡ്രോണാക്രമണത്തിന്റെയും ആശങ്കയിലായിരുന്നു പഞ്ചാബിലെ അതിർത്തി ഗ്രാമങ്ങൾ. സൈന്യം ശക്തമായി പ്രതിരോധം തീർത്തതുകൊണ്ട് മാത്രം അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇരു രാജ്യങ്ങളും വെടിനിർത്തലുമായി മുന്നോട്ട് പോകുമ്പോൾ പഞ്ചാബിലെ അതിർത്തി ഗ്രാമങ്ങൾക്ക് ഇനി ആശ്വസിക്കാം. അമൃത്സറിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. അമൃത്സറിൽ നിന്ന് വിനീത വിജി തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനീത, അമൃത്സറിലുമൊക്കെ പഞ്ചാബ് അതിർത്തിയിലൊക്കെ ജനജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ ഈ ധാരണ രൂപപ്പെട്ടതിന് ശേഷവും പാക് പ്രകോപനം തുടർന്നതിന് പിന്നാലെ ഇന്നത്തെ ദിനത്തിൻ്റെ ഒരു ആദ്യ മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് രാവിലെയൊക്കെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ റെഡ് അലേർട്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വന്നു. ജാഗ്രതയുടെ ഭാഗമായിട്ടുള്ള നടപടിയാണ്. എങ്കിൽ കൂടി ഈ ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവിടെയുള്ളവർ വളരെ വേഗത്തിലെത്തുന്നുണ്ടോ വിനീത? തീർച്ചയായും ടി കെ, ജനജീവിതം പൂർണ്ണമായും പഴയ രീതിയിലേക്ക് ഇങ്ങനെ മാറുകയാണ്. കൂടുതൽ സജീവമാകുന്നു. ആളുകൾ നിരത്തിലേക്കൊക്കെ തന്നെ ഇറങ്ങുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലേക്കുള്ള സുവർണ്ണ കവാടമാണ്. എനിക്ക് പിന്നിലായി കാണാൻ കഴിയുന്നത് ആ മേഖലയിലേക്ക് നമുക്ക് കാണുമ്പോൾ വലിയ രീതിയിൽ വാഹനങ്ങൾ നിരത്തുകളിലേക്കൊക്കെ തന്നെ ഇറങ്ങുന്നുണ്ട്. കൂടുതൽ ജനജീവിതം സജീവമാവുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മേഖലയിൽ നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്നടക്കം ലൈവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പൂർണ്ണമായും നിരത്തുകൾ ശൂന്യമായിരുന്നു. ഒപ്പം തന്നെ ഈ ആളുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലകളിലേക്ക് അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കടകളൊക്കെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ മേഖലയിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നിരത്തുകളൊക്കെ കൂടുതൽ സജീവമാകുന്ന കാഴ്ച തന്നെയാണ്. ആളുകൾ അവരുടെ ജോലിയിലും മറ്റും അങ്ങനെ വ്യാപൃതരാകുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. രാവിലെ എന്നാൽ ചെറിയ രീതിയിലേക്കുള്ളൊരു ആശങ്ക ഞാൻ നിൽക്കുന്ന അമൃത്സറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് പുലർച്ചെ ഒരു 5 മണിയോടുകൂടി ആ മേഖലയിലേക്ക് സൈറൻ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വീണ്ടും ഒരു റെഡ് അലേർട്ട് തുടരുന്നു എന്നൊരു അറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടായിരുന്നു. ആളുകൾ വീടുകളിൽ തന്നെ തുടരണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ ഒരു ആശങ്ക വലിയ രീതിയിൽ തന്നെയാണ് ജനജീവിതത്തെ ആകെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വീടുകളിൽ തന്നെ കഴിയുകയും ചെയ്തിരുന്നു. പിന്നാലെ ഒരു 8 മണിയോടുകൂടി ആ അലേർട്ട് പിൻവലിച്ചു എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം തന്നെ പുറത്തിറക്കുകയും ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾ പാലിച്ച ജനങ്ങൾക്ക് നന്ദി എന്നവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ
ഈ കാണുന്നതാണ് അമൃത്സർ നഗരത്തിലെ കാഴ്ച. പൂർണ്ണമായും ഒരു പ്രതീക്ഷയുടെ ദിനങ്ങൾ ആ ദിനങ്ങളിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വലിയ രീതിയിലേക്കുള്ള ഒരു തിരക്ക് ഈ മേഖലകളിലേക്കൊക്കെ തന്നെ ഇതിനോടകം അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കടകളൊക്കെ തന്നെ പൂർണ്ണമായും തുറന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഭീതിയുടെ നാളുകളായിരുന്നു ഇവിടെയുള്ള ആളുകൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. പെട്ടെന്നൊരു സൈറൻ മുഴങ്ങുന്നു, കടകൾ അടയ്ക്കേണ്ടി വരുന്നു, പെട്ടെന്ന് വീടുകളിലേക്ക് മാറണമെന്ന നിർദ്ദേശം വരുന്നു. അപ്പോൾ ഈ ജനജീവിതത്തെ ആകെ അത് ബാധിച്ചിട്ടുണ്ട്, ടൂറിസം മേഖലയെ ആകെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നഷ്ടമായ ആ ടൂറിസം മേഖലയടക്കം തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് നമുക്ക് അമൃത്സറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ടി കെ ശരി, വിനീത വി ജി വിവരങ്ങൾ നൽകുകയായിരുന്നു. രാജസ്ഥാനിലേക്ക് പോയാൽ സംഘർഷങ്ങൾക്ക് ശമനമായതോടെ രാജസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങൾ സാധാരണ നിലയിലേക്ക് മാറുകയാണ്. കടകമ്പോളങ്ങളെല്ലാം തുറന്നു. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ സുവർണ നഗരി വീണ്ടും പതിവ് തിളക്കത്തിലേക്ക്. അശാന്തമായ ദിനങ്ങൾക്കൊടുവിൽ ജയ്സാൽമീറിലെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു. लॉकडाउन कल से थोड़ा खुल गया, अब थोड़ा जरूर हम मजदूर लोगों के लिए सही है, गरीब आदमी के लिए अब सही हुआ है, अच्छा चल रहा है. सर हम तो भिलवाड़ा से आए हैं, मजदूरी करने के लिए आए. कल बहुत ज़्यादा लग गया था और अब थोड़ा बहुत खुला है और चल रहा है. കടകളെല്ലാം തുറന്നു. അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള ദീർഘദൂര സ്ഥലങ്ങളിലേക്ക് സർക്കാർ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ ഓടിത്തുടങ്ങി. एवरीथिंग बैक टू नॉर्मल लाइफ. आगे देखते हैं क्या होता है. हाँ सब्जी सब ठीक है, बढ़िया है. अभी माहौल शांत है एकदम. വരും ദിവസങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സജീവമാകുമെന്നാണ് പ്രതീക്ഷ. ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചതോടെ ബാർമീർ, ജോധ്പൂർ തുടങ്ങിയ അതിർത്തിയിലെ 6 ജില്ലകളും സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വെടിനിർത്തലിന് പിന്നാലെ ഇന്നലെ രാത്രിയും ജയ്സാൽമീർ, ബാർമീർ എന്നിവിടങ്ങളിലെ എയർബേസ് പരിസരങ്ങളിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. ഇനിയും അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായിരിക്കുകയാണ് സൈന്യം. ജയ്സാൽമീർ ആ പഴയ തിരക്കുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് സമാധാനം, ആശ്വാസം. ടൂറിസ്റ്റുകളൊക്കെ കൊണ്ട് നിറയുന്ന ആ പഴയ ജയ്സാൽമീറിലേക്ക് ഇനി അധിക ദിവസം ഇല്ലെന്ന് തന്നെ കരുതാം. ജയ്സാൽമീറിൽ നിന്ന് രാഹുൽ വി എസിനൊപ്പം അനിൽ വാസുദേവ്, 24. ജയ്സാൽമീറിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനിൽ, റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു അവിടെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് വരുന്നു, നിരത്തുകളൊക്കെ കൂടുതൽ സജീവമാകുന്നു, ആശങ്കയുടെ മണിക്കൂറുകളൊക്കെ അവസാനിച്ച് പതിയെ ജീവിതം തിരികെ പിടിക്കുകയാണ് അവർ. എന്താണ് ഇന്ന് നഗരത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ? തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജയ്സാൽമീർ വീണ്ടും ആ പഴയ തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയ്സാൽമീർ മാത്രമല്ല, ഈ രാജസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളായ ബാർമീർ ഉൾപ്പെടെയുള്ള ജോധ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഇതുപോലെയാണ്. എല്ലാ ലോക്ക്ഡൗണിന് സമാനമായ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെ മാറി. ഇന്നലെ ബ്ലാക്ക് ഔട്ടും പിൻവലിച്ചതോടുകൂടി എല്ലാവരും നിരത്തുകളിലേക്ക് ഇറങ്ങി, വണ്ടികൾ ഓടിത്തുടങ്ങി, കടകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. എല്ലാം ഒരു സുഗമമായ രീതിയിലേക്ക് പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആളുകളുടെ മനസ്സിൽ ചില ആശങ്കയുണ്ട്. രാത്രിയാകുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായത്. 2 ദിവസം ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി വീണ്ടും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ന് രാത്രി വീണ്ടും അതുപോലെ ഉണ്ടാകുമോ, ജമ്മു കാശ്മീരിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടോ എന്നാണ് ചില കടക്കാരെങ്കിലും നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ അവർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ചെറിയൊരു ആശങ്ക മനസ്സിലുണ്ട്. എന്നിരുന്നാൽ പോലും പകൽ സമയത്തെങ്കിലും പുറത്തിറങ്ങാനും കുറച്ച് ശുദ്ധമായി ശ്വസിക്കാനും കടകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങാനും ഒക്കെ തന്നെ പറ്റുന്നുണ്ട് എന്ന വലിയൊരു സന്തോഷം പല ആളുകളുടെയും മുഖത്ത് കാണാം. ഒരത്തരം വിശേഷങ്ങളാണ് പങ്കുവച്ചതും. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഹവേലി അങ്ങനെ ഒരു സ്ഥലത്താണ്. അതായത് ആ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. സീസൺ കഴിഞ്ഞു, പക്ഷേ എന്നിരുന്നാൽ പോലും കുറേ കൂടി ആളുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകളും ഇല്ലെങ്കിൽ കൂടുതൽ ജനത്തിരക്കും ഒക്കെ തന്നെ ആവും. വലിയ വലിയ കടകളൊക്കെ തന്നെ അടച്ചിട്ടുണ്ട്. എന്നാലും ചെറിയ ഷോപ്സ് അതൊക്കെ തന്നെ ഇപ്പോൾ തുറന്ന് ഉണ്ട്. അങ്ങനെ എന്തായാലും സാധാരണ ജീവിതം തിരികെ പിടിക്കുകയാണ് രാജസ്ഥാനും. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയ കരുതലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ രാത്രികളിലെ പോലെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, വീണ്ടും അസ്വസ്ഥമാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക അവരുടെ എല്ലാം ഉള്ളിലുണ്ട്. എന്നാൽ കാര്യങ്ങളൊക്കെ തന്നെ ശരിയായി വരുന്നു. സൈന്യം ഒക്കെ തന്നെ വലിയ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് ബാർമീറിലെ എയർബേസ് പരിസരത്തൊക്കെ തന്നെ ഇന്നലെയും ചില പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നുണ്ട്. ജയ്സാൽമീറിലും ചില പൊട്ടിത്തെറികൾ കേട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് മാറുമെന്ന് കരുതുന്നു. എന്തായാലും ഇന്നെങ്കിലും അവർ സന്തോഷത്തോടെ ആശങ്കകളില്ലാതെ കിടന്നുറങ്ങട്ടെ എന്നാണ് നമ്മൾക്കും ആഗ്രഹിക്കുന്നത്. ശരി, എന്തായാലും കാര്യങ്ങൾ സമാധാനത്തിലേക്ക് എത്തട്ടെ, തിരികെ ജീവിതത്തിലേക്ക് പതിയെ ആണെങ്കിലും അവിടെയുള്ള അതിർത്തി മേഖലയിലുള്ള ആളുകളൊക്കെ എത്തുന്നുണ്ട്.
അനിൽ വാസുദേവ് ജയ്സാൽമീറിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തലിനായി പാക് സൈനിക മേധാവി അസിം മുനീർ US, ചൈന, സൗദി എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി ഇടപെടൽ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നതിനു പിന്നാലെയാണ് അനുനയം നടത്തണമെന്നാവശ്യപ്പെട്ട് പാക് സൈനിക മേധാവി രാജ്യം വിട്ടത്. അതിനിടെ ഇന്ത്യയുമായി ഉണ്ടാക്കിയ ധാരണ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പാക് വിദേശകാര്യ വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു. അതിർത്തിയിലെ പാക് പ്രകോപനത്തിന് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പാക് സൈനിക മേധാവി രാജ്യത്തുണ്ടായിരുന്നില്ല. അസിം മുനീർ വിദേശ രാജ്യങ്ങളിൽ ഇടപെടൽ തേടി പോയിരിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അമേരിക്ക, ചൈന, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളോടാണ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഇടപെടണമെന്ന് നേരിട്ടെത്തി ആവശ്യപ്പെട്ടത്. പാക് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തതിന് പിന്നാലെ സംഘർഷം തുടർന്നാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾ ഭയന്നാണ് പ്രോട്ടോകോൾ ലംഘിച്ചുള്ള പാക് സൈനിക മേധാവിയുടെ യാത്ര. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുമായി ചർച്ച നടന്നതും വെടിനിർത്തൽ കരാറിൽ എത്തിയതും. ധാരണയിലെത്താൻ ആദ്യം മുൻകൈയെടുത്തത് പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തീരുമാനിച്ച വെടിനിർത്തൽ ധാരണ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പാക് വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു. പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കും. അതിർത്തിയിലുള്ള സൈനികരും സംയമനം പാലിക്കണമെന്നും പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ വ്യോമപാതയും തുറന്നു. അതേസമയം ഇന്ന് അതിർത്തി പ്രദേശങ്ങളിലൊന്നും പാക് പ്രകോപനം ഉണ്ടായില്ല. ശ്രീനഗർ അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന ബ്ലാക്ക് ഔട്ട് ജില്ലാ ഭരണകൂടം പിൻവലിച്ചു. മുൾമുനയിൽ നിന്ന ദിവസങ്ങൾ അകലുകയാണ്. രാജ്യം തിരികെ ശാന്തതയിലേക്ക് നടക്കുന്നു. എങ്കിലും അതിർത്തി ഗ്രാമങ്ങളിൽ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ദില്ലിയിൽ നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ഇടപെട്ടെന്ന് ആവർത്തിച്ചും കശ്മീർ പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ തയ്യാറാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ വാദം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി. അതേസമയം ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സമവായത്തിന് തയ്യാറായതെന്ന് BJP അവകാശപ്പെട്ടു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ആദ്യം പുറലോകമറിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിലൂടെയായിരുന്നു. താൻ ഇടപെട്ടാണ് ധാരണയുണ്ടാക്കിയതെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇതിനിടയിലാണ് വീണ്ടും അവകാശവാദം. കശ്മീർ പ്രശ്നത്തിന് ഇടപെടാമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്ക് വാതിൽ തുറന്നിട്ടുണ്ടോ? പ്രശ്നപരിഹാരത്തിന് നയതന്ത്ര മാർഗങ്ങൾ തേടുന്നുണ്ടോ? 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. എന്നാൽ 1971 യുദ്ധവുമായി ഇപ്പോഴത്തെ സാഹചര്യത്തെ താരതമ്യപ്പെടുത്താനാകില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ MP. Peace is necessary for us. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. 1971 was a great achievement of our history. I'm proud of it as an Indian. Indira Gandhi ji rewrote the map of the subcontinent, but the circumstances were different. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അതേസമയം ഇന്ത്യൻ ആക്രമണത്തിൽ വ്യോമതാവളങ്ങൾ തകർത്തതോടെയാണ് പാകിസ്ഥാൻ സമവായ നീക്കത്തിന് തയ്യാറായത് എന്നാണ് BJPയുടെ അവകാശവാദം. ഇന്ത്യ തകർത്ത പാക് കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് BJP സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് പുറത്തുവിട്ടു. 24 ഡൽഹി. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നാളെ ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി K കരുണാകരന്റെ സ്മൃതി കുടീരത്തിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും സണ്ണി ജോസഫ് സന്ദർശനം നടത്തി. സണ്ണി ജോസഫിനെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിനെതിരെ ആന്റണി MP രംഗത്തെത്തി. നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് എത്തിയതെങ്കിലും പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ തന്നെയാണ് നിയുക്ത പ്രസിഡന്റിന്റെ തീരുമാനം. ഇതിന്റെ ആദ്യപടി എന്ന നിലയ്ക്കാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും കല്ലറയിൽ സണ്ണി ജോസഫ് എത്തിയത്. രാവിലെ 7:30 പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്നായിരുന്നു പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. പുതിയ വൈസ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഐക്യമാണ് പുതിയ ടീമിന്റെ ദൗത്യമെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും സണ്ണി ജോസഫ്. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഞങ്ങളുടെ ദൗത്യം നിർവഹണത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടീം പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരണം നൽകാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല.
ചുമതല ഏറ്റെടുത്ത ശേഷം ഇക്കാര്യങ്ങളിൽ മറുപടി എന്നാണ് നിലപാട്. അതേസമയം സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ആന്റണി എം പി ഫേസ്ബുക്കിൽ കുറിച്ചു. വെള്ളാപ്പള്ളി നടേശൻ BJPയുടെയും CPMന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ശക്തമായി തുടരട്ടെയെന്നും കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയം കണ്ടെത്തേണ്ടെന്നും ആന്റണി വിമർശിച്ചു. ടോബി ജോൺസൺ, 24, കോട്ടയം. എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായത്. 4 വർഷത്തെ സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാർ കേരളത്തെ വികസന മികവിന്റെ ഉന്നതങ്ങളിൽ എത്തിച്ചെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഏത് സാഹചര്യങ്ങളെയും അതിജീവനത്തെ കരുത്തും ശക്തിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആർജവം ഈ സംസ്ഥാന സർക്കാർ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിയമസഭാസഖ്യ ബില്ലുകൾ പോലും അംഗീകരിക്കാൻ സ്ഥിതിയുണ്ടായപ്പോഴും ആ കഥയോടുകൂടി അതിനെ ചോദ്യം ചെയ്യാനും പറയാനും സാധിച്ചു എന്നത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി മാതൃകയായി മാറി എന്നതാണ് മറ്റൊരു വസ്തുത. വിവിധ വകുപ്പുകളുടെ 151 തീം സ്റ്റാളുകളും 100 വാണിജ്യ സ്റ്റാളുകളുമാണ് മേളയിലുള്ളത്. വിനോദസഞ്ചാരം, പൊതുമരാമത്ത്, കൃഷി, കായികം, കിഫ്ബി, സ്റ്റാർട്ടപ്പ് മിഷനുകൾക്കായി പ്രത്യേക ഏരിയ സജ്ജമാക്കിയിട്ടുണ്ട്. കേരള ഫിലിം കോർപ്പറേഷന്റെ മിനി തിയേറ്റർ, ഫുഡ് കോർട്ട്, പോലീസ് വകുപ്പിന്റെ ഡോഗ് ഷോ, മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രദർശനങ്ങൾ എന്നിവ കാണാനും സൗകര്യമുണ്ട്. കാരവൻ ടൂറിസം, അഗ്നിശമന സേനയുടെ ഡെമോൺസ്ട്രേഷനുകൾ, വനം വകുപ്പിന്റെ സർപ്പ ആപ്പിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ എന്നിവയും പവലിയന് സമീപത്തുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും കലാപരിപാടികളും അരങ്ങേറും. ഈ മാസം 14-നാണ് മേള സമാപിക്കുക. 24 കണ്ണൂർ. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താമഴ പൂർത്തിയാവുന്നു.